ഗൈസ്, ഒരാളിപ്പം തണുത്തിട്ട് കോട്ടിടാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു എന്ത് തണുപ്പ്, ഇതെല്ലാം ഞാൻ 1 2 3 ഇട്ടിട്ടുണ്ട് ഉള്ളിൽ. ഇതാ കണ്ടാ, തണുത്തിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് കോട്ടിടേണ്ടിയിട്ട് നിർത്തിയതാന്ന്. എന്നോട് പറഞ്ഞു എന്ത് തണുപ്പ്, ആൾ കുറവാക്കുക, അങ്ങനെയാക്കും ഇങ്ങനെയാക്കും. എന്നല്ല ഇപ്പം നോക്കിയാട്ടെ ഇടുന്നത് ആരാന്ന് നോക്കി ഞങ്ങൾ കണ്ടാ, തണുത്തിട്ട് നിർത്തിയില്ല പോലും. ബൈക്കിന്റെ മുന്നിലും ബാക്കിലിരിക്കുന്നതിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ട്. അതാണ് എപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ഇമാതിരി ഡയലോഗാണ്. ഈ ഡയലോഗാണ് എനിക്ക് തീരെ പിടിക്കാത്തത്. മഴ കൊള്ളുന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് മഴ കൊള്ളൂല, മുമ്പിലിരിക്കുന്ന ആൾക്കാർക്കേ മഴ കൊള്ളും. അതെന്ത് മഴയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ബൈക്കിന്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാർക്ക് മഴ കൊള്ളൂ, ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും മഴ കൊള്ളൂല. ആ കമന്റ് വരട്ടെ, കമന്റ് ഇടണ്ടിട്ടല്ലേ ഞാൻ പറയുന്നത്. നിങ്ങൾ കമന്റ് ഇടുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കുന്നതാണ്, അതായത് മുന്നിൽ മാത്രമേ മഴ നനയും ബാക്കിൽ മഴ നനയൂല. എൻ്റെ ഒരു സാധാരണ സംശയമാണ്. അവർ ചിരിക്കുന്നുണ്ടോ? ശീതം പിടിക്കൂല എന്ന് പറഞ്ഞാൽ ഇപ്പം ശീതം പിടിച്ച എൻ്റെ മുഖയിൽ എനിക്ക് കാണൂല, ഇരുട്ടാണ്. കണ്ട ഈ ഇരുട്ടത്താവില്ല. ശീതം പിടിക്കൂല എന്ന് പറഞ്ഞിട്ട് എടുത്ത നല്ല അടിപൊളി കോട്ടലിലോട്ട് സെറ്റായിട്ട് എന്നെ ചീത്ത വിളിക്കുക. ബൈക്കിൻ്റെ മുമ്പിൽ നല്ല തണുപ്പടിക്കും, ബാക്കിൽ തണുപ്പടിക്കില്ല. ബാക്കിൽ നല്ല ചൂടാണ്, അടിപൊളി ചൂടാണ്. കണ്ട, ബാക്കില് നല്ല അടിപൊളി ചൂട് കാലാവസ്ഥ, മുമ്പിലോ ഭയങ്കര തണുപ്പ്. ചളി വിറ്റ് ഇങ്ങനത്തെയാണ് ചളി വിറ്റ് നിങ്ങൾ കേട്ടില്ല. കമന്റ് ഇടണേ. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ച് മറുപടി പറയുന്ന കുറേ നെഗറ്റീവുകളുണ്ട്. അപ്പോൾ അവരോട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ ധൈര്യമായിട്ട് കമന്റ് ഇട്ടോ, പ്രശ്നമില്ല. ഒരുപാട് പറയാം, എല്ലാവരും കമന്റ് ഇടണം. കമന്റ് ഇടുക, എല്ലാവരും ഇടാം. നെഗറ്റീവ് നമ്മൾ നോക്കരുത്, പോസിറ്റീവ്